ഹായ് ഓൾ വെൽക്കം ടു മീ. നമുക്കേ ഇന്നൊരു തട്ടുകട സ്റ്റൈൽ മുട്ട പൊരിച്ചുണ്ടാക്കിയാലോ? നിങ്ങൾ വിചാരിക്കും എനിക്ക് എപ്പോഴും മുട്ട അങ്ങനെയല്ല കേട്ടോ. നല്ല പഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു മുട്ട പൊരിച്ചതാണ്. അപ്പോൾ നമുക്കതിന് ആദ്യം വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. കുറച്ചല്ല, ഒരു ഒന്നോ രണ്ടോ നമുക്കത് ആദ്യം പറിച്ചുകൊണ്ട് വരാം. നമുക്കൊരു 2 മതി കേട്ടോ. 2 ചെറിയ മുളക് ആയതുകൊണ്ട് നമ്മളിതാ 3 മുളക്. അപ്പം നമുക്ക് മുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുട്ട സെറ്റാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നല്ല കുഴിഞ്ഞൊരു പാത്രം വേണേ. ബൗളൊന്നുമല്ല, ഒരു കപ്പ് കണക്കിന്. ഞാൻ ഇവിടെ ഇങ്ങനെ എൻ്റെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കപ്പിലോട്ട് നമുക്ക് ആദ്യം മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഓക്കെ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പറിച്ച മുളക് ഇതിനകത്തോട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. 2 മുളക് എടുത്തുള്ളായിരുന്നു. നല്ല മൂത്തായതുകൊണ്ട് എരിവുണ്ടാവും. അതുകൊണ്ട് 2 മുളകേ എൻ്റെ നിന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യമുള്ള കൊച്ചുള്ളി അല്ലെങ്കിൽ സവോള, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, രണ്ടായാലും പ്രശ്നമില്ല. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ പച്ചമുളകാണ് എനിക്ക് കുറച്ചുകൂടി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. കുറച്ച് കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് വേണമെങ്കിൽ ഇടാം, ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു 2-3 ഇതൾ കറിവേപ്പില എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ എടുത്തിട്ട്, എനിക്ക് കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഞാൻ എന്താ പറയുക ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സാധനം കൂടി വേണം, ഒരു നുള്ളു ഉപ്പ്. ഓക്കെ, അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അടിച്ച് പതിപ്പിച്ചിങ്ങ് എടുക്കണം. എത്രത്തോളം പതിയുന്നോ അത്രത്തോളം നമ്മുടെ മുട്ട ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഈ മുട്ട ഹാർഡായി പോകുന്നു എന്നൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കുക കേട്ടോ. അപ്പം എങ്ങനെ അടിക്കണേന്ന് നോക്കാം, കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ അടിച്ചെടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ നല്ല പതഞ്ഞിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്ന്. ഇങ്ങനെ ഇരിക്കും. ഇനി നല്ല ചീനച്ചട്ടി വെച്ചിട്ട് നല്ലപോലെ ചൂടായിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ മാത്രമേ മുട്ട ഒഴിക്കാവൂ. അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ മുട്ട ഒഴിക്കുമ്പോൾ നമുക്ക് ഒരു സൗണ്ട് കേൾക്കുമല്ലോ, ഇങ്ങനൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ എന്നിട്ടാണ് കേട്ടോ മുട്ട ഒഴിക്കാവുള്ളൂ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയുടെ അടിവശം നമ്മളിങ്ങനെ വെന്തോന്ന് ഇടയ്ക്ക് ഇങ്ങനെ അടി പൊക്കി നോക്കണം. ഓക്കെ, മുകൾ വശം ഫുൾ വെന്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലാണ് നമ്മൾ മറിച്ചിടുമ്പോൾ മുകളിലത്തെ പോർഷൻ ഒഴുകി താഴത്തോട്ട് പോയി ഒരു ലെയർ കണക്ക് ഫോം ചെയ്യുവേ. ഞാൻ കാണിച്ചു തരാവേ മറിച്ചിടുന്നത് എങ്ങനെയാണ്. കണ്ടോ, അങ്ങനെ താഴെ ഒരു ലെയർ ഫോം ചെയ്ത് ഇതൊരു പഫി ഫീലിൽ ഭയങ്കര സോഫ്റ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു മുട്ട പൊരിച്ചാണ്. നിങ്ങളിങ്ങനെ മുട്ട പൊരിച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കുക കേട്ടോ. ഏത് കഴിക്കാത്ത കുട്ടിയാണെങ്കിലും കഴിക്കും. ഇനി നമ്മൾ താഴത്തെ വശം മുരിഞ്ഞോന്ന് ഇടയ്ക്ക് ഇങ്ങനെ പൊക്കി നോക്കണം കേട്ടോ. കാരണം താഴത്ത് നിന്നിങ്ങനെ പഫി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഉൾപോഷനിൽ ഇങ്ങനെ ഒരു ലിക്വിഡ് പോലെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കി കണ്ടോ, ഇത് കണ്ടോ, ഒരു ലിക്വിഡ് കണക്ക് വന്നുണ്ടോ. അപ്പോൾ അങ്ങനെ വേവാത്ത വശമൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ വെന്ത് കിട്ടും. ഇങ്ങനെ 2 വശം ഇങ്ങനെ പതുക്കിയിട്ട് മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പം നിങ്ങൾക്കിത് കണ്ടറിയായിരിക്കും ഇങ്ങനെ മുട്ട ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും ഗൈസ്. മസ്റ്റ് ട്രൈ ആണ്. ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം